മഹാനായ സയ്യിദിന്റെ സംഭവബഹുലമായ ജീവിത ചരിത്രം, അവിടുത്തെ മക്കളുടെയും ആ അത്ഭുതകരമായ ചരിത്രം, ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവസാനം അവരെ കൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വലിയുൻ ആരിഫുൻ ബില്ലാ തഖിയുൻ ആരിഫുൻ ലില്ലാ സഫിയുൻ മിൻ റിജാലില്ലാ ഹുസൈനുസ് സയ്യിദുൽ ജിഫ്രി എന്ന് പറഞ്ഞ ഒരു മഹാമനുഷ്യൻ, ആ മഹാമനുഷ്യന്റെ പരമ്പരയിൽ വന്ന മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആത്മീയ നായകൻ, അതിന്റെ അഭിവന്യനായ പ്രസിഡന്റ്, അജയ്യനായ നേതാവ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ 2017 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അതൊരു നിമിത്തമായിരുന്നു, അതൊരു തുടക്കമായിരുന്നു. ബഹുമാനപ്പെട്ടവർ ആ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി UAE സന്ദർശിച്ചു. UAE ഗവൺമെന്റിന്റെ ഗസ്റ്റായി വന്നു. ആ സമയത്ത് അറബികളൊക്കെ പങ്കെടുത്ത് ഗവൺമെന്റ് ഗസ്റ്റായി വന്ന ആ സദസ്സിൽ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ അന്ന് പകലിരുന്ന് കുറിച്ച 4 വരി ബൈത്തുണ്ടായിരുന്നു. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്: ഹനിഅൻ ലിഖൗമിൻ സാദ ഫീഹിം സുറാത്തുഹും വസാദാതുഹും നുജുമുൽ ഹുദാ വൽ അഫാളിലു هم شيدوا للناس صرحا ممردا من العلم والتقوى ينيروا ويرشدوا يضلوا من الرمل ويضفي إذا قرس ويحرس فيه بيضة الدين ذودوا سلوا الناس هل صرح مشيد ممرد هل صرح مشيد ممجد يقول سمستاب الوحسن مزود سليل الرسول يا ربيبا لشيخنا أبي بكر الجفري أحدوك أسجد. ബഹുമാനപ്പെട്ട സമസ്തയെ വർണ്ണിച്ചതിന് ശേഷം തങ്ങൾ ഉസ്താദിനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വിനീതൻ അന്ന് രചിച്ച കവിതയിൽ പറഞ്ഞത്: സലീൽ റസൂൽ, റസൂലുള്ളാഹിന്റെ പേരമക്കളിൽപ്പെട്ട മഹാനായ തങ്ങളെ, റബീബൻ ലിശൈഖിനാ അബീ ബക്കറിൻ, ശംസുൽ ഉലമ വളർത്തിയെടുത്ത മഹാനായ പണ്ഡിത പ്രതിഭയെ, അൽ ജിഫ്രിയു അഥവാ ജിഫ്രി തങ്ങളെ, അഹദുക അസ്ജദു, അങ്ങയുടെ യുഗം, അങ്ങയുടെ പീരിയഡ് ഗോൾഡൻ പീരിയഡ് ആയിരിക്കും എന്ന് അന്ന് ഞാൻ എങ്ങനെ ആഗ്രഹിച്ചു പറഞ്ഞുപോയി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് ഗോൾഡൻ പീരിയഡായി ഇവിടെ പുലർന്നിരിക്കുകയാണ്. വലമ്മഅതലൈതും അർശഹാ ഫകഅന്നനാ വതിഅന ഥുറയ്യ വൽജുനൂദു തുജന്നദു എന്നുകൂടെ പറഞ്ഞിരുന്നു. അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ സാരഥ്യം ഏറ്റെടുത്ത സമയത്ത് അതിന്റെ അർശിൽ, ആ സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ കഅന്നനാ വതിഅന ഥുറയ്യ, കാർത്തിക നക്ഷത്രത്തെ കീഴ്പ്പെടുത്തിയതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. വൽജുനൂദു തുജന്നദു, സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു സൈന്യം ഇവിടെ രൂപപ്പെടുന്നതായും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് അന്ന് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ അന്ന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പുലർന്നതുപോലെ എനിക്കിപ്പോൾ അനുഭവപ്പെടുകയാണ്. അൽഹംദുലില്ലാ, ഞാൻ കൂട്ടി നീട്ടിയൊന്നും പറയുന്നില്ല. ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഈ യാത്രയുടെ അവസാനത്തിൽ വെച്ച് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട തങ്ങളെ, നഫ്സിൽ ഫിദാലക സയ്യിദൽ ഉലമായി, നഫ്സിൽ ഫിദാലക സയ്യിദൽ ഉലമായി വന്നാസു ഖൽഫക ബിൽ വഫാ വറജായി. ഞങ്ങളൊക്കെ അങ്ങേക്ക് തണ്ടമാണ് തങ്ങളെ, അങ്ങേക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ സജ്ജരാണ് തങ്ങളെ. നഫ്സിൽ ഫിദാലക സയ്യിദൽ ഉലമായി വന്നാസു ഖൽഫക ബിൽ വഫാ വറജായി. നഫ്സിൽ ഫിദാലക സയ്യിദൽ ഉലമായി വന്നാസു ഖൽഫക ബിൽ വഫാ വറജായി. അഹ്യൈത ലിദ്ദീനിൽ ഹനീഫി മാലിമാ ഫസ്തഅവഖുൽ ജംഇയ്യത്തുൽ ഉലമായി. ഒന്ന് എണീറ്റ് നിന്നിട്ട് എല്ലാവരും ഒന്ന് പറയും: നഫ്സിൽ ഫിദാലക സയ്യിദൽ ഉലമായി വന്നാസു ഖൽഫക ബിൽ വഫാ വറജായി. അഹ്യൈത ലിദ്ദീനിൽ ഹനീഫി മാലിമാ ഫസ്തഅവഖുൽ ജംഇയ്യത്തുൽ ഉലമായി. അൽഹംദുലില്ലാ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.